നമസ്കാരം. CPM-നോട് ഇടഞ്ഞ് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്ന അൻവർ ശൈലി മാറ്റുന്നു. പാതി മലയാളവും പാതി തമിഴുമെല്ലാം കലർത്തി സംസാരിച്ചുകൊണ്ട് ആകെ മാറ്റത്തിന്റെ വഴിയിലാണ് അൻവർ. കേരള DMK-ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി അടിമുടി ശൈലി മാറ്റുകയാണ്. നിലമ്പൂരിലെ ശക്തി പ്രകടനത്തിന് ശേഷമുള്ള PV അൻവറിന്റെ മലപ്പുറത്തെ പ്രധാന പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കവേ അപ്പുറം പാക്കലാം തമ്പി എന്ന് തമിഴിൽ സംസാരിച്ചുകൊണ്ടാണ് അൻവർ രംഗത്ത് വന്നത്. സമ്മേളന വേദിയിലും ഒരു DMK ശൈലിയുണ്ട്. DMK ഷാളുകളും പതാകകളും ഏന്തിയാണ് അനുയായികൾ സമ്മേളനത്തിനെത്തിയത്. എടവണ്ണയിലെ വീട്ടിൽ നിന്നും അൻവർ സമ്മേളന വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. സ്വന്തം വാഹന വ്യൂഹവുമായിട്ടായിരുന്നു അൻവർ വീട്ടിൽ നിന്നിറങ്ങിയത്. സമ്മേളന വേദിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് ഒരു പ്രശ്നമായി നിലനിൽക്കുന്നത്. 1,00,000 ആളുകളെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുമെന്നാണ് PV അൻവർ നേരത്തെ അവകാശപ്പെട്ടത്. 1000-ഓളം ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ DMK എന്ന തങ്ങളുടെ സംഘടന നിലവിൽ സാമൂഹ്യ കൂട്ടായ്മയാണെന്നും രാഷ്ട്രീയ പാർട്ടി അല്ലെന്നുമാണ് ഇന്ന് PV അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം കേരള DMK ഉണ്ടാക്കി പാർട്ടിയിലോ മുന്നണിയിലോ കയറാനുള്ള അൻവറിന്റെ നീക്കത്തിന് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. കേരളത്തിലെ LDF പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളെ എടുക്കുന്നത് മുന്നണി മര്യാദയ്ക്ക് വിരുദ്ധമാണെന്ന് DMK വക്താവ് TK ഇളങ്കോവൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുക്കുമെന്നും ഇളങ്കോവൻ വ്യക്തമാക്കി. അൻവറുമായി ചെന്നൈയിൽ DMK നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ചർച്ചയുടെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ലാത്തതിനാൽ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ തയ്യാറല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സ്റ്റാലിനുമായി നല്ല ബന്ധം പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പിണക്കാൻ നിലവിൽ DMK തയ്യാറാകാൻ സാധ്യതയില്ല. ഈ സാഹചര്യത്തിൽ അൻവറിന്റെ DMK പ്രവേശനം നടക്കാനായിട്ടില്ല എന്നാണ് വിലയിരുത്തൽ. അൻവർ ചെന്നൈയിലെത്തി DMK നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ ചിത്രങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. BJP-യെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന മുന്നണി എന്ന നിലയിലാണ് DMK കണ്ടതെന്നും പാർട്ടി രൂപീകരിച്ച് മുന്നണിയായി സഹകരിക്കാൻ ചർച്ച നടത്തിയെന്നും സഹപ്രവർത്തകൻ EA സുഗുവും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മുന്നണിയിൽ ചേരുന്നതിനെക്കുറിച്ച് അൻവർ ഇതുവരെ പ്രതികരിക്കുകയും ചെയ്തിരുന്നില്ല. അതേസമയം നേരത്തെ കെട്ടിവെച്ച കാശ് CPM സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടാത്ത രീതിയിലേക്ക് കേരളത്തിൽ CPM പോവുകയാണെന്ന് അൻവർ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ തെറ്റായ നയങ്ങൾക്കൊപ്പം നിന്നത് എന്തിനാണെന്ന് പിന്നീട് പാർട്ടിക്ക് ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും. പാർട്ടി കണ്ണുരുട്ടി നിർത്തുന്നവർ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും. പാർട്ടി പുനർവിചിന്തനം നടത്തിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകും. ഓണത്തിന് കസേരകളി നടത്തുന്നത് പോലെ കസേര മാറ്റേണ്ട ആളല്ല ADGP അജിത് കുമാർ. പോലീസ് ആസ്ഥാനത്ത് നിന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്യണം. അജിത് കുമാർ എന്തിന് തൃശൂർ പൂരം നടത്തിപ്പിൽ വീഴ്ച വരുത്തിയെന്ന് അന്വേഷിക്കണം. സ്വത്ത് സമ്പാദനവും അന്വേഷിക്കണം. രേഖകൾ സഹിതമാണ് അജിത് കുമാറിനെതിരെ പരാതി കൊടുത്തത്. ADGP ഫ്ളാറ്റ് വാങ്ങിയതും കൊടുത്തതും കള്ളപ്പണ ഇടപാടിലൂടെയാണ്. സസ്പെൻഡ് ചെയ്യാതെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ജനങ്ങളെ സർക്കാർ പച്ചയ്ക്ക് പറ്റിക്കുന്നു. ADGP സർക്കാരിൻ്റെ സീമന്തപുത്രനാണെന്നും PV അൻവർ പറഞ്ഞു. 10,000-കണക്കിന് ആളുകൾ തൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കും. പൊതുസമ്മേളനങ്ങൾ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ തുടരും. അൻവറിൻ്റെ കൂടെ ആളില്ലെന്നത് DYFI നേതാക്കളുടെ പ്രതികരണമാണ്, അണികളുടേതല്ല. തനിക്കെതിരെ കേസുകൾ ഇനിയും വരും. നാളെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടാം. നിയമസഭയിൽ സീറ്റ് മാറ്റിയതിനെതിരെ സ്പീക്കർക്ക് പരാതി നൽകും. മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഭൂമി വിറ്റുപോലും ചെലവ് നടത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. CPM-ന് വേണ്ടി നിരവധി പേരെ താൻ ശത്രുവാക്കി. നേതാക്കൾക്കെതിരെ പ്രതികരിച്ചപ്പോൾ ചവിട്ടി പുറത്താക്കി. പാർട്ടിയിൽ നിന്ന് ആളുകൾ വിളിച്ച് പിന്തുണ നൽകുന്നുണ്ട്. സ്വർണം കടത്തുന്നത് ഒരു സമുദായമാണെന്ന് ജലീൽ പ്രസ്താവന നടത്തിയെങ്കിൽ തെറ്റാണ്. ജലീൽ അത്രത്തോളം താരം താഴുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും PV അൻവർ പറഞ്ഞു.